ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അമ്മയെ വീട്ടിൽ വിളിച്ചുകൊണ്ടുവരുന്നതിനേക്കാളും അത്യാവശ്യം ഈ വീട് പണി പൂർത്തിയാക്കുന്നതാണെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? മനസ്സിലായോ? ചിലതൊക്കെ ത്യജിച്ചാലേ ചിലതൊക്കെ നേടാൻ പറ്റൂ. വാ, വീടിന്റെ അകമൊക്കെ ഒന്ന് കയറി കാണാം. അതാടി നിന്റെ ഈ അപ്പച്ചിയുടെ മിടുക്ക്. ഒരു കാര്യത്തിലും അല്പം പോലും സംശയം ഉണ്ടാകാത്ത രീതിയിലുള്ള പ്ലാനിങ്. അപ്പച്ചിയുടെ മിടുക്കിനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. മുൻകൂട്ടി ജോത്സിനെ പോയി കണ്ട് അപ്പച്ചി പണം കൊടുത്ത കാര്യം ആരും അറിഞ്ഞിട്ടില്ല. പതുക്കെ പറയടി. അയ്യോ, ജഗന് മൃത്യുദോഷം ഉണ്ടെന്ന ജോത്സിന്റെ പ്രവചനം ശുദ്ധ കള്ളമാണെന്ന് ഇവിടെ അമ്മയ്ക്കോ വന്ദനയ്ക്കോ മനസ്സിലായിട്ടില്ല. പാവം വന്ദന വഴിപാടുകളൊക്കെ നടത്തിയും പ്രാർത്ഥിച്ചും വല്ലാതെ കോലം കെട്ടി. ഒന്ന് ചോദിച്ചോട്ടെ, വന്ദന ജഗനോട് എല്ലാ കാര്യത്തിലും പരമാവധി അകലം പാലിക്കുന്നുണ്ട്. അത് ജഗന്റെ മൃത്യുദോഷം തീരാനാണെന്നുള്ള കാര്യം വന്ദനയ്ക്ക് പറയാനും പറ്റില്ല. അതുകൊണ്ടൊക്കെ നമുക്കെന്താ നേട്ടം? പറയാം. തുടർച്ചയായി വന്ദന ജഗനുമായി അകന്നു നിൽക്കുമ്പോ ജഗൻ അതിന്റെ കാരണം അന്വേഷിക്കും. ജോത്സ്യന്റെ നിർദ്ദേശപ്രകാരം ജഗന്റെ മൃത്യുദോഷം മാറ്റാനാണെന്ന കാരണം വന്ദനയ്ക്ക് പറയാനും പറ്റില്ല. ശരിയല്ലേ? ശരിയാ. അങ്ങനെ വരുമ്പോ സ്വാഭാവികമായും വന്ദനയ്ക്ക് തന്നോട് വെറുപ്പാണെന്ന് ജഗൻ തെറ്റിദ്ധരിക്കും. അങ്ങനെ തെറ്റിദ്ധാരണ മൂലം ജഗൻ വെറുക്കാൻ തുടങ്ങുമ്പോഴായിരിക്കും ആനന്ദവല്ലിയുടെ രംഗപ്രവേശം. സൂപ്പർ. വന്ദന ദുർനടത്തക്കാരിയാണ്, പരപുരുഷ ബന്ധമുള്ളവളാണ്, ജഗനെ അവക്ക് വെറും പുച്ഛമാണെന്നൊക്കെ എരികേറ്റി ഞാൻ അവന്റെ മനസ്സിനെ തകിടം മറിക്കും. എങ്ങനെയുണ്ട് ആനന്ദവല്ലിയുടെ തന്ത്രം? തന്ത്രമല്ല ഇത്, കുതന്ത്രമാ, കുതന്ത്രം. എന്താ എന്താ അപ്പച്ചി മോള് ഇത്ര ഒച്ചത്തിൽ ചിരിക്കാൻ? ഈ വീടിന് ബോംബെങ്ങാനും വെച്ചോ? അല്ല, വിദ്യയുടെ വീട്ടുവിശേഷങ്ങളൊക്കെ പറഞ്ഞ് ചിരിച്ചതാ. ഓ, ആണോ ഏട്ടത്തി? അതെ, അമ്മയുടെ സഹോദരങ്ങളുടെയും ചില കാര്യങ്ങൾ ഓർത്താൽ ചിരിച്ചിരിച്ച് ചാവും. കാര്യങ്ങളൊക്കെ ഒരുവിധം നേരെയായി വന്നതാ. അപ്പോഴാ ഏട്ടത്തിയുടെ തിരിച്ചുവരവ്. വേണ്ടാത്ത കൂട്ടുകെട്ടുണ്ടാക്കി ഏട്ടത്തി വീണ്ടും വീട്ടിൽ പോയി നിൽക്കേണ്ട അവസ്ഥ ക്ഷണിച്ചു വരുത്തരുത്. എങ്കിൽ പിന്നെ ഏട്ടത്തിയാണെന്നും ഞാൻ നോക്കൂല. കുറ്റിച്ചൂലിനെ അടിച്ചിറക്കും ഈ ജഗൻ. ആരെതിർത്താലും ജഗൻ പറഞ്ഞ കാര്യം നടപ്പിലാക്കിയിരിക്കും. അതുകൊണ്ട് വെറുതെ ഇരുതിയിൽ എണ്ണ ഒഴിക്കാൻ നോക്കണ്ട. അടങ്ങി ഒതുങ്ങി ജിതേന്ദ്രൻ ചേട്ടന് നല്ല ഭാര്യയായിട്ട് കഴിയാൻ നോക്ക്. നമ്മള് പറഞ്ഞതൊക്കെ ജഗൻ കേട്ട് കാണോ? ഏയ്, കേട്ട ലക്ഷണമൊന്നുമില്ല. കേൾപ്പിക്കാതിരിക്കാൻ ശ്രമിച്ചാ മതി. അപ്പച്ചി, അപ്പച്ചിയുടെ പ്ലാനൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിൽ നിന്ന് പിന്മാറരുത്. ജഗൻ വന്ദനയെ കാർക്കിച്ചു തുപ്പി പടിയിറക്കുന്ന കാഴ്ച നീ ഉടനെ കണ്ടിരിക്കും. പ്രകാശേട്ടാ, നമ്മൾ എങ്ങോട്ടായി പോകുന്നേ? മനോജിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴി ഇതല്ലല്ലോ. പ്രകാശേട്ടന് വഴി തെറ്റിയോ? അല്ല, നമ്മൾ അമ്മയെ വിളിച്ചോണ്ടുവരാൻ മനോജിന്റെ വീട്ടിലേക്കല്ലേ പോകുന്നത്? ഇറങ്ങ്.
ഡേ വല്ലതും മനസ്സിലായോ? ഇല്ല, ഇതെവിടെയാ? മനസ്സിലാവില്ല. അത്രയ്ക്കുണ്ടല്ലോ ഭാര്യയുടെ ഉത്തരവാദിത്ത ബോധം. ഇതാണ് നമ്മൾ ഭാവിയിൽ താമസിക്കാൻ പോകുന്ന പുതിയ വീട്. നിനക്കെന്നൊന്നും പറയാനില്ലേ? നിനക്കെന്താ ഇഷ്ടപ്പെട്ടില്ലേ? വീട് എന്റെ സങ്കല്പത്തിലും സൂപ്പറാ. ഇതുപോലൊരു വീട് പണിയാനുള്ള പണം പ്രകാശേട്ടൻ എവിടെ നിന്നുണ്ടായി? ലോട്ടറി വല്ലതും അടിച്ചോ? അപ്പം നിന്ന പൊരടി കുഴിയെണ്ണയുടെ കാര്യമുണ്ടോ? പ്രകാശൻ ലുബ്ധനും അത്യാഗ്രഹിയും തന്നെയാടി. അതൊക്കെ തന്നെയാടി ഈ വീടിന്റെ മൂലധനം നീ കരുതിയാ മതി കേട്ടാ. തൽക്കാലം ഇങ്ങനെ ഒരു വീട് പണിയെന്ന കാര്യം നീ ആരോടും പറയണ്ട കേട്ടല്ലോ. എല്ലാം അസൂയ കൂട്ടങ്ങളാ, കണ്ണു വെച്ചുകളെ. എവിടെ നിന്നായിരിക്കും ഇത്രയേറെ പണം സ്വരൂപിച്ചത്? ഹേയ്, എന്തത്ര ആലോചിക്കാനുള്ളത്? അല്ല, ഇതുപോലൊരു വീട്ടിൽ കഴിയാനും വേണം യോഗം ആലോചിക്കായിരുന്നു. എന്നാൽ ഇതുപോലുള്ളൊരു ഭർത്താവിനെ കിട്ടാനും വേണം യോഗമെന്ന് ചിന്തിക്കാനുള്ള നാളും വരാൻ പോവുകയാണ്. അമ്മയെ വീട്ടിൽ വിളിച്ചുകൊണ്ടുവരുന്നതിനേക്കാളും അത്യാവശ്യം ഈ വീട് പണി പൂർത്തിയാക്കുന്നതാണെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? മനസ്സിലായോ? ചിലതൊക്കെ ത്യജിച്ചാലേ ചിലതൊക്കെ നേടാൻ പറ്റൂ. വാ, വീടിന്റെ അകമൊക്കെ ഒന്ന് കയറി കാണാം. ഊർമിളെ, ആ ചന്ദ്രയെ, മാനത്തെ കൊട്ടാ